സോ രാവിലെ ആയിരുന്നു സൺഡേ ലുലു മാളിൽ വരിക, ഉച്ചവരോടൊക്കെ ഇറങ്ങുക, വനിതാ വിരി എന്നൊരു പടം കാണുക. ഇതന്നെയാണ് കൊച്ചിയിൽ സിനിമ ആഗ്രഹമായിട്ട് വരുന്ന എല്ലാവരുടെയും ഒരേ ഒരു കാര്യം. ഞാനും അത് വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നു. ഒരു കഥ എഴുതി, അത് കറക്റ്റായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു, ഷെയ്ൻ കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാം നന്നായിട്ട് സംഭവിച്ചു. സോ ഈ സിനിമയുടെ സംബന്ധിച്ചാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഈ സിനിമയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റ് ആയാലും ക്രൂ ആയാലും, ഇനി നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ, ഈ പടം 92 ദിവസം ഒറ്റ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത പടമാണ്. 92 ദിവസം സിംഗിൾ ഷെഡ്യൂൾ. സോ എന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കഥ എഴുതുന്നു, അതിൽ റിസ്ക് എലമെൻറ്റ്സ് കുറേ കടന്നു വരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് സംഭവിക്കണമെങ്കിൽ ക്രൂ വേണം, നമ്മുടെ ടീം നമ്മളോട് വേണം. കാരണം നമുക്ക് സിനിമ ഓക്കെ ഡയറക്ടറുടെ ആർട്ടാണെന്നൊക്കെ പറയാം, പക്ഷേ ടീം വർക്ക് അതാണ് സിനിമയിൽ ഏറ്റവും വലിയ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി. ഫസ്റ്റ് ഞാൻ താങ്ക്സ് പറയുന്നത് ഷെയ്നാണ്. ഷെയ്ൻ, താങ്ക് യു ഷെയ്ൻ. കാരണം ഷെയ്ൻ എൻ്റെ അടുത്ത് കഥ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഒരു ഷോർട്ട് ഫിലിം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ആ കഥയിൽ വിശ്വസിച്ച് ഷെയ്ൻ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ബൾട്ടി സംഭവിച്ചത്. ദെൻ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബിനുചേട്ടൻ, സന്തോഷ് സാർ. ബിനുചേട്ടനും സന്തോഷ് സാറും സിനിമയെ എപ്പോഴും അവരൊരു ബിസിനസ്സായിട്ട് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കാരണം സന്തോഷ് സാറിൻ്റെ ഫിലിമോഗ്രഫി എടുത്താൽ തന്നെ മഹേഷിൻ്റെ പ്രതികാരം, മായാനദി, ഇന്നാത്തം കേസ്, ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, എല്ലാം ഒരു പരീക്ഷണ ചിത്രങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവന്ന് വിജയിപ്പിച്ച നിർമ്മാതാവാണ്. സോ അവരുടെ സപ്പോർട്ട് ഈ പടം അതേ രീതിയിൽ എനിക്ക് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദെൻ എൻ്റെ DOP അലക്സേട്ടൻ. എല്ലാ പുതുമുഖ സംവിധായകർക്കും ഇതുപോലൊരു ക്യാമറമാനെ കിട്ടട്ടെ. അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും കൂടെ നിന്ന് ഞാൻ എന്തു വെച്ചാൽ എനിക്ക് വേണ്ടി അത് ഷൂട്ട് ചെയ്ത് തരുന്ന ഒരു ബ്രദറിനെ പോലെ കൂടുന്നതിന് നന്ദി അലക്സേട്ടാ. ദെൻ എൻ്റെ എഡിറ്റർ ശിവകുമാർ പണിക്കർ. പുള്ളി ഇവിടെ വന്നിട്ടില്ല. പുള്ളിയാണ് കിൽ, ദുരന്തർ, ഉറിയൊക്കെ എഡിറ്റ് ചെയ്തത്. സോ പുള്ളിയുടെ സപ്പോർട്ടും ഭയങ്കര വലുതാണ്. കാരണം എനിക്കിതിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഞങ്ങൾ പുതിയതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്, പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ദെൻ അതിനുവേണ്ടി അവർക്ക് കൊടുത്ത പ്രീ വിഷ്വലൈസേഷൻസ് എല്ലാം. സോ അവരുടെ അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് ഈ സിനിമയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ശിവകുമാർ ചേട്ടാ. ദെൻ ശാന്തനു ബ്രോ, തിരിച്ച് കാസ്റ്റിലോട് ശാന്തനു ബ്രോ. അപ്പോൾ ഈ സിനിമ കേരള തമിഴ്നാട് അതിർത്തിയിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ 60% മലയാളവും ബാക്കി 40% തമിഴുമാണ്. സോ എനിക്കൊരു തമിഴ് ആക്ടറെ വേണം. അതിലുപരി അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു സ്പോർട്ട് മൂഡിൽ ഓടിച്ചാടി നിൽക്കുന്ന ഒരാളായിരിക്കണം. അതായിരുന്നു എൻ്റെ ചാലഞ്ച്. ദെൻ ഞാൻ ഒരുപാട് തമിഴ് സിനിമ കാണുന്നതുകൊണ്ട് തന്നെ ശാന്തനു ബ്രോ ആയിരുന്നു എൻ്റെ ചോയ്സ്. അദ്ദേഹത്തിൻ്റെ പാവക്കഥകൾ, ബ്ലൂ സ്റ്റാർ, 2 സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. മനസ്സിലാക്കിയത് ഒരു അപാര ഷെയ്നികം ഫാനാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ദേ ഇപ്പൊ ബൾട്ടിയുടെ ട്രെയിലർ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഷെയ്ൻ എല്ലാവരുമായിട്ടും നമ്മുടെ ഹംനെ സംസാരിച്ചു എന്നുള്ളതാണ്. സോ യെസ്, ഇതൊരു എൻറ്റയർ ഇവന്റിന്റെ നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ബിക്കോസ് ഓൾവേസ് നമ്മളുടെ സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ തന്നെയാണ്. ഓരോ സ്റ്റാർസിന്റെയും ഏറ്റവും സ്ട്രോങ് പില്ലേഴ്സ് എന്നുള്ളത് അവരെ ഏറ്റവും മനോഹരമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് കണ്ടത്. ആൻഡ് ഷെയ്ൻ, വുഡ് യു ലവ് ടു സേ സംതിങ് ടു ഹംന ആൻഡ് ഓൾ ഫാൻസ്? സത്യം പറഞ്ഞ ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയണം. വേറൊന്നുമല്ല, തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു, പക്ഷെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അടി കൊടുക്കണേ അല്ലേ? കുഴപ്പമില്ല, അതെനിക്ക് ശീലമുള്ളതാ. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത് വിഷയമില്ല. എന്നാലും ശരിക്കും ജെന്യൂനായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല എന്നുള്ളത്. അവർക്ക് വേണ്ടി മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തുന്നുള്ളൂ. പിന്നെ വൈറലാവണമല്ലോ ബ്രോ ഇന്നിപ്പോൾ വീഡിയോസും കണ്ടന്റും ഒക്കെ. പിന്നെ നെഗറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ആവുള്ളൂ. ഞങ്ങൾ ഇറക്കിയ പാട്ടിനേക്കാളും റീച്ച് ഉണ്ട് ആ വീഡിയോന്. അപ്പോൾ സോറി കേട്ടാ, വേറെ എന്തെങ്കിലും ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ